ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇനി 2 നാൾ കൂടി. സംസ്ഥാനത്ത് പ്രചാരണത്തിൽ സജീവമായി ദേശീയ നേതാക്കളായ അമിത്ഷാ, മല്ലികാർജ്ജുൻ ഖർഗെ, എം.എ. ബേബി എന്നിവർ. പശ്ചിമബംഗാളിലെ ആദ്യഘട്ടത്തിന്റെയും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെയും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് ദിവസവും തലേന്നുമുള്ള രാഷ്ട്രീയ പരസ്യങ്ങൾക്ക് മീഡിയ മോണിറ്ററിംഗ് ആന്റ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ 4 ദിവസം മുമ്പ് കാണാതായ മലയാളി യുവതിയെ വനമേഖലയിൽ നിന്ന് കണ്ടെത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 നാൾ കൂടി ശേഷിക്കെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു. കേന്ദ്ര ധനമന്ത്രിയും BJP നേതാവുമായ നിർമ്മല സീതാരാമൻ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ പ്രചാരണത്തിനെത്തി. മുഖ്യമന്ത്രിയും CPIM നേതാവുമായ പിണറായി വിജയൻ ധർമ്മടത്ത് പ്രചാരണ പരിപാടികളിൽ സംസാരിച്ചു. CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി ഇന്ന് തിരുവനന്തപുരത്താണ് പ്രചാരണത്തിന് എത്തിയത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇടുക്കിയിലും കൊല്ലത്തും തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി നാളെ കോഴിക്കോട്, കാരശ്ശേരിയിലും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പത്തനാപുരം, കൊല്ലം മണ്ഡലങ്ങളിലും റോഡ് ഷോ നടത്തും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പത്രികാ സമർപ്പണത്തിന്റെ അവസാന തീയതി നാളെയാണ്. ഒരു റിപ്പോർട്ട്. ഈ മാസം 23-നും 29-നുമാണ് പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ്. ബംഗാളിൽ 2ാം ഘട്ട പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം ഈ മാസം 9-ആണ്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് കൂച്ച് ബിഹാറിൽ റാലിയെ അഭിസംബോധന ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം സജീവമാക്കി. തമിഴ്നാട്ടിൽ ഈ മാസം 23-ന് ഒറ്റഘട്ടമായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. DMK നേതൃത്വത്തിലുള്ള മുന്നണിയിലെ സഖ്യകക്ഷികളുടെ പ്രചാരണത്തിനായി DMK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ M.K. സ്റ്റാലിൻ ഇന്ന് വിരുദുനഗറിലെത്തി. AIADMK സ്ഥാനാർത്ഥികൾ വീടാന്തരമുള്ള പ്രചാരണത്തിലും വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലുമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന അസമിലും തെരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിയിൽ. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വിശ്വനാഥിൽ പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്തു. അസം മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ ബോംഗായ് ഗാവ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസമിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മീഡിയ മോണിറ്ററിംഗ് ആന്റ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-നും തലേദിവസമായ ഏപ്രിൽ 8-നും നിയന്ത്രണം ബാധകമാണ്. വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുന്ന തെറ്റിദ്ധാരണാജനകമോ വിദ്വേഷം പരത്തുന്നതോ ആയ പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദോഷകരമായി ബാധിക്കാതിരിക്കാനാണ് നടപടി. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പിടിച്ചെടുത്തത് അനധികൃതമായി സൂക്ഷിച്ച 53.2 കോടി രൂപ ഉൾപ്പെടെ 650 കോടി രൂപയിലധികം മൂല്യമുള്ള വസ്തുക്കൾ. കേരളത്തിൽ നിന്ന് 8 കോടി രൂപയുൾപ്പെടെ 58 കോടി രൂപയിലധികം മൂല്യമുള്ള വസ്തുവകകൾ പിടിച്ചെടുത്തു. പരിശോധനകൾക്കിടയിൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം 3 ദിവസം കൂടി ചേരും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നത് ലക്ഷ്യമിട്ട് 2023-ൽ പാസാക്കിയ നിയമം 2029 മുതൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം നീട്ടിയത്. ഈ മാസം 16-നും 17-നും 18-നുമാണ് പാർലമെന്റ് വീണ്ടും സമ്മേളിക്കുക. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ 4 ദിവസം മുമ്പ് കാണാതായ മലയാളി യുവതിയെ കണ്ടെത്തി. കോഴിക്കോട് നാദാപുരം സ്വദേശിനി ശരണ്യയാണ് വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയത്. യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പും വിശുദ്ധ വാരാചരണത്തിന്റെ സമാപനവും കുറിച്ച് ഇന്ന് നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ പ്രത്യേക ദിവ്യബലി പൂജകൾ നടന്നു.
കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ നഗരങ്ങളിലെ പ്രമുഖ ദേവാലയങ്ങളിൽ വിശ്വാസികൾ പ്രാർത്ഥനകളിലും പരമ്പരാഗത ആചാരങ്ങളിലും പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സമ്പൂർണ്ണ ആരോഗ്യത്തിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഉൾപ്പെടെയുള്ള സാമൂഹിക വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നതിനും ധ്യാനം പ്രധാന മാർഗമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ആഗോള ധ്യാന നേതൃസംഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ദേശീയ സമുദ്രദിനം. ഇന്ത്യയുടെ സമുദ്ര പൈതൃകത്തെയും സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ടവരുടെയെല്ലാം വിലമതിക്കാനാവാത്ത സംഭാവനകളെയും രാഷ്ട്രം സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഗൾഫ് മേഖലയിലെ നിർണായകമായ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ ഇന്ന് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ബഹ്റൈനിൽ ഗൾഫ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് കമ്പനിക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കമ്പനിയിലെ പല പ്രവർത്തന യൂണിറ്റുകളിലും തീപിടുത്തമുണ്ടായി. പശ്ചിമേഷ്യ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ സ്ഥിതിഗതികൾ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തുവരുന്നതായി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായി കേന്ദ്ര സർക്കാർ. പാചകവാതക സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് ഡിജിറ്റൽ മോഡുകൾ ഉപയോഗിക്കണമെന്ന് പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശിച്ചു. ഡെലിവറി ഓതന്റിഫിക്കേഷൻ കോഡ് അടിസ്ഥാനമാക്കിയുള്ള പാചകവാതക വിതരണം വർദ്ധിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ എല്ലാ നാവികരും സുരക്ഷിതരാണെന്ന് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയവും വ്യക്തമാക്കി. 1479 ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ സൌകര്യമൊരുക്കിയതായും മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ കുടുങ്ങിക്കിടന്ന 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ തിരികെ നാട്ടിലെത്തിച്ചതായും വിമാന ഗതാഗതം ഉൾപ്പെടെയുള്ളവ മെച്ചപ്പെട്ടു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇറാനിലെ ആണവ നിലയങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയറിയിച്ച് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും ദീർഘകാലം നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആണവ ദുരന്തത്തിന് വഴിവെച്ചേക്കാമെന്ന് WHO മേധാവി മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിനയച്ചു. ബംഗളൂരുവിലാണ് മത്സരം. ഹൈദരാബാദിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ലക്നൌ സൂപ്പർ ജയന്റ്സ് 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വിഷുപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 10 തുറക്കും. 15 പുലർച്ചെ 4 മുതൽ 7 വരെ വിഷുക്കണി ദർശനം ഉണ്ടാകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകൽ ചൂടിന് കാഠിന്യം ഏറുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം എന്നിവയ്ക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വടക്കേ ഇന്ത്യയിൽ വ്യാപക മഴ. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായതിനാൽ ഗോതമ്പ് കർഷകർ വിളനാശ ആശങ്കയിലാണ്. ജമ്മു കാശ്മീരിൽ മഞ്ഞുവീഴ്ച കാരണം നിരവധി റോഡുകൾ അടച്ചു. പശ്ചിമബംഗാളിലെ വിവിധ ജില്ലകളിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. താപനിലയിൽ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും കാരണമുണ്ടായ വിളനാശം വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ സംസ്ഥാന അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇനി 2 നാൾ കൂടി. സംസ്ഥാനത്ത് പ്രചാരണത്തിൽ സജീവമായി ദേശീയ നേതാക്കളായ അമിത്ഷാ, മല്ലികാർജ്ജുൻ ഖർഗെ, MA ബേബി എന്നിവർ. പശ്ചിമബംഗാളിലെ ആദ്യഘട്ടത്തിന്റെയും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെയും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് ദിവസവും തലേന്നുമുള്ള രാഷ്ട്രീയ പരസ്യങ്ങൾക്ക് മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ 4 ദിവസം മുമ്പ് കാണാതായ മലയാളി യുവതിയെ വനമേഖലയിൽ നിന്ന് കണ്ടെത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.